അഹമ്മദാബാദിലെത്തിയ രഞ്ജിതയുടെ സഹോദരൻ ഇപ്പോൾ ദൃശ്യത്തിലുണ്ട്. അദ്ദേഹം ഈ സംഭവ സ്ഥലത്ത് എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അഹമ്മദാബാദ് എയർപോർട്ടിൽ ഇപ്പോൾ രഞ്ജിതയുടെ സഹോദരൻ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അല്പസമയത്തിനകം ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചെയ്യുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? പത്തനംതിട്ടയിലെ പുല്ലാട്ട് ഈ അഹമ്മദാബാദിലെ ദുരന്തത്തിൽ മരിച്ച നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ്റെ ദൃശ്യമാണ് കാണുന്നത്. അദ്ദേഹം അവിടെ എത്തിയിരിക്കുകയാണ്. മൃതദേഹം തിരിച്ചറിയാനും അതുപോലെ തന്നെ നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുമായി അദ്ദേഹം അഹമ്മദാബാദിലെ എയർപോർട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ എത്തിയ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീനാഥ്, ഈ സഹോദരനുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? ഇപ്പോൾ രതീഷുമായി ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നില്ല. അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നു എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെ DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം മടങ്ങുകയാണ്. ഇപ്പോഴൊരു പ്രതികരണത്തിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല. രതീഷും ഒപ്പം മറ്റൊരു ബന്ധുവായ ഉണ്ണികൃഷ്ണനുമാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്ന് മുംബൈയിലെത്തി അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ അദ്ദേഹം ഇന്നിപ്പോൾ രാവിലെ 6:50 എത്തുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പുറത്തു വന്നു. എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകാൻ വേണ്ടി. ഒപ്പം തന്നെ അഹമ്മദാബാദിലെ മലയാളി സമാജവും പ്രവർത്തകരും ഇവിടെ എത്തിയിരുന്നു. നേരത്തെ നോർക്ക മലയാളി സമാജ പ്രവർത്തകരുമായി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ഒന്ന് ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം എയർ ഇന്ത്യ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് സഹായം ഏർപ്പെടുത്താൻ വേണ്ടി 100-ലധികം ജീവനക്കാരെ അഹമ്മദാബാദിൽ പ്രത്യേകമായി നിയോഗിച്ചിരുന്നു. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരാണ് ആദ്യഘട്ടത്തിൽ വിമാനത്താവളത്തിനകത്ത് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയത്. അതിനുശേഷം പുറത്തേക്ക് വന്ന ഉദ്യോഗസ്ഥരും കേരള സമാജം പ്രവർത്തകരും ചേർന്ന് ആശയവിനിമയം നടത്തി. അതിനുശേഷം ഇപ്പോൾ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ എത്തി DNA സാമ്പിൾ പരിശോധനയ്ക്ക് വേണ്ടി നൽകേണ്ടതുണ്ട്. അതിനുശേഷം പരിശോധന ഫലം കിട്ടിയതിനു ശേഷം മൃതദേഹം ഏറ്റുവാങ്ങുകയും നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇതിനാണ് വിവരങ്ങൾ നൽകിയത്.